ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിലായാലും ഓഫീസിലായാലും വണ്ടിയിലായാലും എവിടാണേലും വെച്ചാൽ അത്ഭുതകരമായി സമ്പത്ത് വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഫോട്ടോ ഏതാണ്, ആ ഫോട്ടോയുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങ് പ്രശ്നങ്ങളാണ്, ഒരു രക്ഷയില്ലെങ്കിൽ ഒരു കർപ്പൂരം കൊണ്ട് ചെയ്യാവുന്ന ഒരു രഹസ്യവിദ്യയുണ്ട്, അത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും, ഒരു സംശയവും വേണ്ട. അതുപോലെ പ്രയോജനമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ജോലിക്ക് ഭയങ്കര തടസ്സം, അതുപോലെ തന്നെ ഒരു തൊഴിൽ ചെയ്ത്, ഒരു ബിസിനസ് ചെയ്ത്, അത് ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട്, ലോട്ടറി തട്ടുള്ളവരുണ്ട്, പല പല ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, സ്വന്തമായി സ്ഥാപനങ്ങളുള്ളവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഈ എല്ലാവർക്കും പ്രയോജനം ചെയ്യും ഈ ഒരു ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ. പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, സാറേ എനിക്കൊരു ലോട്ടറി തട്ട കച്ചവടം ഇല്ല, അല്ലെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അല്ലെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ കച്ചവടം ഇല്ല, അല്ലെ ഞാൻ ബാംഗ്ലൂരാണ്, എനിക്കിവിടെ ഒരു കടയാണ്, കച്ചവടം ഇല്ല, അല്ലെ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് എനിക്കൊരു കടയുണ്ട്, ഒരു കച്ചവടം ഇല്ല, ഓച്ചിറ അമ്പലത്തിന് ഉള്ളിൽ ഒരു കടയുണ്ട്, എനിക്കൊരു കച്ചവടം ഇല്ല. എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ പലരും പല ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അവർക്കൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങളൊരു ഡോക്ടർ ആയിക്കോട്ടെ, നിങ്ങളൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഏതാളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കാം. നിങ്ങളൊരു തൊഴിലിന് പോകുന്ന, നിങ്ങൾ ഒരാളുടെ കീഴിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഭഗവാനെ വെച്ചാൽ നിങ്ങൾക്ക് പുതിയൊരു തൊഴിൽ മാർഗം കിട്ടും. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് ഉയർച്ച കിട്ടും. ആർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഫോട്ടോ വെച്ചാൽ. ഈ ഒരു ഫോട്ടോ വയ്ക്കുമ്പോൾ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളൂടെ മനസ്സിലാക്കിയിട്ട് വയ്ക്കണം, അപ്പോഴതാണ് ബലമുണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കർപ്പൂരത്തിൻ്റെ രഹസ്യവിദ്യ, അതും ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. വണ്ടി ഓട്ടമില്ല, അവർക്കൊക്കെ ഞാൻ ഈ കർപ്പൂരത്തിൻ്റെ രഹസ്യവിദ്യ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ വണ്ടിക്ക് ഓട്ടം ഉണ്ടായിട്ടുണ്ട്, ബിസിനസ് വർദ്ധിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാ തടസ്സങ്ങളും മാറിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഒരുപാട് അനുഭവം ഉണ്ടായ കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കൊണ്ടാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും, സംശയമൊന്നും വേണ്ട. അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം, അതുകൊണ്ട് ആദ്യം ഇത്രേ പറഞ്ഞത്. കാരണം ഒരു കാര്യം അറ്റം മൂലം കേട്ടിട്ട് ചെയ്യാൻ പോകരുത്. ചെയ്യുവാണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. അറിയുകയാണെങ്കിൽ മുഴുവൻ അറിയണം, മുഴുവൻ. എൻ്റെ എന്നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും അല്ലെ ആരാണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്സപ്പിൽ നിങ്ങളുടെ നോക്കാൻ ആഗ്രഹിക്കുന്നവരെ ഗ്രഹനില, കൈരേഖ, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സംഖ്യാജ്യോതിഷം, ഇത് മൂന്നുമാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അത് വിശകലനം ചെയ്ത് എനിക്ക് തൃപ്തിയാവുന്ന രീതിയിൽ ഒരു പരിഹാരം കിട്ടുമ്പോഴാണ് ഞാൻ നിർത്തുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും, ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല വഴിപാടുകൾ, സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ, മന്ത്രങ്ങൾ, ചെല്ലേണ്ട രീതി, ചെല്ലേണ്ട സമയം, ചെല്ലേണ്ട ക്രമം, മന്ത്രങ്ങൾ, അതുപോലെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനൂൽ വിദ്യ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക. താല്പര്യമുള്ളൊരു വാട്സപ്പിൽ ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് ഒരു വർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ബുക്കിംഗ് ആണ് ഇപ്പോഴും. അപ്പോൾ അത് നിങ്ങളുടെ അവസരം എത്തുമ്പോൾ ഞാനൊരു റിപ്ലൈ തരും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് എപ്പോഴും ഈ ആളുകൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ കാണും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും ഒരാൾക്കൊരു നോക്കാനുള്ളൊരു ഞാൻ റിപ്ലൈ തരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നോക്കാതിരിക്കുക. ഞാൻ പറയുന്ന രീതിയിൽ നോക്കാൻ താല്പര്യമുണ്ട് ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജ് നോക്കാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല. പറ്റുന്ന കുറച്ച് ഇതിന് മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യും. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പിൽ തന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഏതാണെന്ന് നിങ്ങളൊന്ന് കാണണം.
ആ ഫോട്ടോ വെച്ചാൽ എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത് നിങ്ങൾ അറിയണം. അല്ലെ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കയറി അപ്പടി അങ്ങ് വിശ്വസിച്ചേക്കരുത്. ഞാൻ ആര് പറഞ്ഞാലും അതിന് പുറകിലുള്ള കാരണം മനസ്സിലാക്കണം. അപ്പോഴേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സാധാരണ മൈൻഡ്, അനലറ്റിക് മൈൻഡ് ചിലപ്പോൾ അതങ്ങ് സ്വീകരിക്കും. അല്ലെ അത് പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനലറ്റിക് മൈൻഡുകളിൽ നിന്ന് ആദ്യം നിങ്ങൾക്ക് ബോധ്യം വരുമ്പോൾ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ചിന്ത പോകത്തുള്ളൂ. അതുകൊണ്ട് ഏതും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ശുഭോഹം. അപ്പോൾ ഫോട്ടോ ആലിലയിൽ ശയിക്കുന്ന ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയാണ്. ഇത് കണ്ടോളൂ, ഉണ്ടോ? ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം കൂടെ പറഞ്ഞു തരുന്നത് കേൾക്കണം കേട്ടോ, മൊത്തം അറിയണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ആലിലയിൽ ശയിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയാണ്. എത്ര ഭംഗിയാണെന്ന് നോക്കൂ, എത്ര മനോഹരമാണെന്ന് നോക്കൂ ആലിലയിൽ ഭഗവാൻ ശയിക്കുന്നത്. അപ്പം കണ്ടല്ലോ, ആലിലയിൽ ശയിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ. ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാം, നിങ്ങളുടെ ഓഫീസുണ്ടെങ്കിൽ അവിടെ വയ്ക്കാം, കാറേ വെക്കാം, സ്ഥാപനങ്ങളിൽ വെക്കാം, എല്ലായിടത്തും വയ്ക്കാം. വെച്ചാൽ ഈ ഫോട്ടോ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത്? അതിൻ്റെ കാര്യം കൂടെ മനസ്സിലാക്കണം. ഉണ്ണിക്കണ്ണനെ നിങ്ങൾ എപ്പോഴും കാണുന്ന രീതി വേണം വയ്ക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും കാണുന്ന രീതിയിൽ വേണം ഭഗവാനെ വയ്ക്കാൻ. അത് വീട്ടിൽ വെച്ചാൽ ഇപ്പം വീട്ടിൽ ആ ഫ്രണ്ട് വാതിലുണ്ടെന്ന് വിചാരിക്കുമല്ലോ, ഫ്രണ്ട് വാതിലുണ്ട് എന്ന് വിചാരിക്കുക. ആ ഫ്രണ്ട് വാതിലിൽ കൂടെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം ആ ഭിത്തിയൽ ആ കട്ടളയ്ക്ക് ഫ്രണ്ടിൽ നമ്മൾ അകത്തേക്ക് കയറുന്ന കട്ടളയ്ക്ക് ഏത് വീടിൻ്റെ ആണെങ്കിലും ആ ഫ്രണ്ടിൽ കൂടെ വാതിലിൽ കൂടെ കയറുമ്പോൾ നോക്കുന്ന ഭിത്തിയൽ ഭഗവാനെ വയ്ക്കണം. അപ്പം പെട്ടെന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഭഗവാനെ ആയിരിക്കണം. അങ്ങനെ വെക്കണം. പിന്നെ നിങ്ങളുടെ പ്രധാന വാതിലിൻ്റെ മുകളിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ കട്ടളയുടെ അകത്തെ കട്ടളയുടെ ഫ്രണ്ട് കട്ടളയുടെ അകത്തെ അതിൻ്റെ ഭിത്തിയുടെ മുകളിൽ, അതായത് നിങ്ങൾ കയറി വരുമ്പോൾ നോക്കുമ്പം ഭിത്തിയെ ഭഗവാനെ കാണുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആ കട്ടളയുടെ മുകളിൽ, ആ എൻട്രൻസ് ഉള്ള കട്ടളയുടെ മുകളിൽ അകത്ത് ഭഗവാനെ ഇങ്ങനെ ഒരു ഫോട്ടോയും കൂടെ വെക്കണം. അപ്പം നിങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഭഗവാനെ കാണും. അങ്ങനെ വെക്കണം. ഇനി ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മേശപ്പുറത്തോ നിങ്ങളുടെ കണ്ണെത്തുന്ന ദൂരത്ത് നിങ്ങളുടെ മനസ്സ് ചെല്ലുന്നിടത്ത് വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ ഭഗവാന്റെ ഒരു ഫോട്ടോ വയ്ക്കുക. ആലില ഉണ്ണിക്കണ്ണൻ്റെ, ആലിലയിൽ ശയിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ. ഇനി നിങ്ങൾക്ക് വണ്ടിയുണ്ട്, വണ്ടിയെ വെക്കാം ഭഗവാന്റെ ഒരു ഫോട്ടോ. അതിങ്ങനെ ഒട്ടിച്ചാലും മതി, സ്റ്റിക്കർ പോലെ. അപ്പോൾ ഇതെങ്ങനെ വേണേലും എവിടെ വേണേലും ഭഗവാന്റെ ഫോട്ടോ വയ്ക്കാം. അതുകൊണ്ട് വലിയ അനുഗ്രഹം ഉണ്ടായി വരും, വലിയ സമ്പത്തും ഉണ്ടായി വരും. അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ആലിലയിൽ ശയിക്കുക എന്ന് പറഞ്ഞാൽ ആലിലയിൽ എങ്ങനെയാണ് ശയിക്കാൻ പറ്റുമോ? ഒരു ആലില നിങ്ങൾ എടുത്തു നോക്കുക, എത്ര ലോലമാണ്, എത്ര ചെറുതാണ് ഒരു ആലില. അതേ ശയിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഉണ്ണിക്കണ്ണൻ ശയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ സൂക്ഷ്മാവസ്ഥയിലായതുകൊണ്ടാണ്. ഭഗവാൻ സൂക്ഷ്മാവസ്ഥ ഊർജ രൂപത്തിലാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ആലിലയിൽ ശയിക്കുന്നത്. അപ്പോൾ ആലിലയിലുള്ള ഉണ്ണിക്കണ്ണനെ നമ്മൾ വണങ്ങുമ്പോൾ ഭഗവാന്റെ ആ സൂക്ഷ്മമായ ആ ഊർജത്തെയാണ് നമ്മൾ വണങ്ങുന്നത്. ആ സൂക്ഷ്മമായ ഊർജമാണ് നമ്മുടെ ഉള്ളിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ആലില ഉണ്ണിക്കണ്ണനെ വണങ്ങിയാൽ പെട്ടെന്ന് ബലം കിട്ടുന്നതിൻ്റെ കാര്യം. അപ്പോൾ ആലിലയിൽ ശയിക്കുക എന്നുള്ളത് ഒരു സൂക്ഷ്മാവസ്ഥയിലുള്ള ഊർജമാണ് ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ തന്നെ. അല്ലാതെ ചെറിയൊരു ആലിലയിൽ ശയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭഗവാന്റെ സൂക്ഷ്മരൂപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മരൂപം എന്ന് പറഞ്ഞാൽ ഊർജ്ജരൂപം, ചൈതന്യത്തെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആലിലയിൽ ഭഗവാനെ ചിത്രകാരൻ ആ രൂപത്തിൽ കാണിച്ചിരിക്കുന്നെങ്കിലും ആലിലയിൽ ഭഗവാന്റെ ചൈതന്യത്തെയാണ് നിങ്ങൾ വണങ്ങുന്നത്, ആ ഊർജത്തെയാണ് വണങ്ങുന്നത്. ആ ഊർജത്തെ വണങ്ങുമ്പോഴാണ്, ആ ചൈതന്യത്തെ വണങ്ങുമ്പോഴാണ്, അത് ഭഗവാന്റെ ആ രൂപത്തെ സങ്കല്പിച്ച് തന്നെ വണങ്ങിയാൽ മതി. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സൂക്ഷ്മാവസ്ഥയിലുള്ള ഉണ്ണിക്കണ്ണനെ വണങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ആ സൂക്ഷ്മമായ ഈശ്വരബോധം ഈ സൂക്ഷ്മമായ ഈശ്വര ചൈതന്യവുമായി കണക്റ്റ് ആകും. അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്.
സൂക്ഷ്മ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്ഥൂല ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഉണ്ണിക്കണ്ണൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കും ഉണ്ടായി വരും. കാരണം എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഊർജാവസ്ഥയിൽ കണക്റ്റഡ് ആണ്. എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ, ഈ 3 അവസ്ഥകളാണ് ഈ ഊർജാവസ്ഥയിൽ ഉണ്ടാകുന്നത്. എല്ലാ വസ്തുക്കൾക്കും ആത്യന്തികമായിട്ട് ഊർജം തന്നെയാണ്. ഈ ഊർജാവസ്ഥയിലെല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ്റെ ആലിലയിലുള്ള രൂപം ദർശിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റം വരുന്നതിൻ്റെ കാര്യം. അപ്പോൾ ആലിലയിൽ കുടികൊള്ളുന്നത് ഭഗവാൻ സൂക്ഷ്മ രൂപത്തിലാണ്. സൂക്ഷ്മ രൂപത്തിൽ ആ ഭഗവാനെ വണങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ ശരീരത്തിലെ ആ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഭഗവാന്റെ ഗുണങ്ങൾ, ഐശ്വര്യം, സമൃദ്ധി, നല്ല ഗുണങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരുന്നു. അതാണ് ഏറ്റവും വലിയൊരു രഹസ്യം, ആലില ഉണ്ണിക്കണ്ണനെ വണങ്ങുന്നതുകൊണ്ടുള്ളൊരു രഹസ്യം. ഇനിയും ബാലഭാവങ്ങൾക്ക് ശക്തി കൂടുതലാണ്. അത് ബാലമുരുകനാണേലും ബാല ത്രിപുരാസുന്ദരി ആണേലും ഉണ്ണിക്കണ്ണനാണേലും ഒക്കെ ശക്തി കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് ബാലഭാവങ്ങൾക്ക് ശക്തി കൂടുന്നത്? ഈ പല സന്യാസിമാരും ഒക്കെ ബാലമുരുകനെ പ്രീതിപ്പെടുത്താറുണ്ട്, പെട്ടെന്ന് ബലം കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഉണ്ണിക്കണ്ണൻ, പെട്ടെന്ന് അനുഗ്രഹം കിട്ടും. അപ്പോൾ ഈ ബാലഭാവങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശക്തി കൂടുതൽ വരുന്നത്? ബാലഭാവങ്ങൾ ഏറ്റവും നിഷ്കളങ്കമാണ്. ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സിന് ഒരിക്കലും പ്രപഞ്ചത്തിൽ യാതൊന്നും എതിരില്ല. അപ്പോൾ ഈ ബാലഭാവങ്ങൾക്ക് ശക്തി കൂടും. അപ്പോൾ അത് ഈശ്വരീയമായ ബാലഭാവമാകുമ്പോൾ ശക്തി വളരെയധികം കൂടിയിരിക്കും. അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ്റെ ബാലഭാവത്തിന്, ഇപ്പോൾ ബാലഗണപതി ആയിക്കോട്ടെ, ബാല ത്രിപുരാസുന്ദരി ആയിക്കോട്ടെ, ബാലമുരുകനായിക്കോട്ടെ, ഉണ്ണിക്കണ്ണനായിക്കോട്ടെ, അങ്ങനെയുള്ള ബാലരൂപങ്ങളെ ധ്യാനിച്ചാൽ, ബാലരൂപങ്ങളെ വണങ്ങിയാൽ അപാരമായ ശക്തി ഉണ്ടായി വരും. കാരണം ഏറ്റവും നിഷ്കളങ്കമായ ഭാവമാണത്. അതുപോലെ തന്നെ ബാലഭാവത്തിന് ഒരിക്കലും മനസ്സിൽ സംശയമില്ല, യാതൊരു എതിരുമില്ല. അത്ര ഉറച്ച വിശ്വാസമാണ് ആ ബാലഭാവത്തിൽ. അപ്പം അത് ഈശ്വരീയമായൊരു ഭാവം കൂടെ ആകുമ്പോൾ അപാരമായ ശക്തിയായിരിക്കും. ഇപ്പം ഗുരുവായൂരാണേലും ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ഭഗവാൻ ഓടിക്കളിക്കുന്നത്. പല അനുഭവങ്ങളും ഒക്കെ ആ കുരൂരമ്മയുടെ കൂട്ടത്തിലാണേലും ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ്, ആ കുട്ടി രൂപത്തിലാണ് ഭഗവാൻ അനുഭവങ്ങൾ കൊടുത്തിട്ടുള്ളത്. വില്ലമംഗലത്തിൻ്റെ കൂടെയാണേലും പൂജയ്ക്കൊക്കെ സഹായിച്ച ആ കുട്ടിയുടെ രൂപത്തിലാണ്. ആ ഉണ്ണിക്കണ്ണനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ ഉണ്ണിക്കണ്ണനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റേതായ അനുഭവങ്ങളുണ്ടെന്ന് കൂട്ടിക്കും. അതുകൂടെ വെച്ചാൽ ഈ പറഞ്ഞു തരുന്ന ഇത്ര ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാര്യം. അപ്പം ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണണമെന്ന് തോന്നുമ്പോൾ അമ്പലപ്പുഴയിൽ പോവും. പിന്നെ പറ്റുമ്പം ഗുരുവായൂരും. കൂടുതലും പോകുന്നത് അമ്പലപ്പുഴയാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ. ഭഗവാനെ തൊഴുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു സംതൃപ്തിയാണ്. അപ്പം ഉണ്ണിക്കണ്ണനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനിയും ഈ ബാലഭാവങ്ങളായതുകൊണ്ട് തന്നെ ശക്തി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴതുകൊണ്ട് നമ്മൾ മാത്രമല്ല, നമ്മളൊരു ഭഗവാനെ ആ ബാലസ്വരൂപത്തെ കാണുമ്പോൾ നമ്മുടെ മനസ്സും വളരെ കുട്ടികളുടെ മനസ്സ് പോലെ ആകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കത ഉണ്ടാകും, നമ്മുടെ മനസ്സിൽ ആ നിഷ്കളങ്കമായ വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും വളരെ ശുദ്ധീകരിക്കും ഭഗവാനെ ബാലരൂപത്തെ കാണുമ്പോൾ. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം ഒരു പ്രത്യേക ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ ബാലന്മാരുടെ കുട്ടികളുടെ മനസ്സുണ്ടായി വരും. അപ്പോൾ ആ ഒരു മനസ്സിലാണ് നിഷ്കളങ്കതയുള്ളത്. ആ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ആലില ഉണ്ണിക്കണ്ണൻ്റെ രഹസ്യങ്ങളായി പറഞ്ഞിരുന്നത്. ഇനിയും ആലിലയിലാണ് ഭഗവാനെ. ഇപ്പം ഞാൻ കാണിച്ച ഫോട്ടോയ്ക്കകത്ത് ആലെന്ന് പറഞ്ഞാൽ ആലിൽ സർവ്വദേവതകളും വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സർവ്വദേവതകളും ആലിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ആലിന് പ്രദക്ഷിണം വയ്ക്കുക, അതൊക്കെ നമ്മുടെ സർവ കർമ്മദോഷങ്ങളും സർവ്വപാപങ്ങളും ശമിക്കുന്നതാണ്. ശനിദോഷവും എല്ലാം സർവ്വവിധ ദോഷങ്ങളും മാറുന്നതാണ്. ആലില ഒക്കെ ആ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആലിൽ സർവ്വദേവതകളും, ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പണ്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ആലിനെക്കുറിച്ച് ആ ക്ഷേത്രത്തിൽ ഉള്ള ആൽവൃക്ഷത്തിനുള്ള പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പണ്ട് വിശദമായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ആലെന്നുള്ള വൃക്ഷത്തിന് പ്രത്യേകതയുണ്ട്. അപ്പം ആലിലയിലാണ് ഭഗവാൻ ശയിക്കുന്നത്. അപ്പോൾ അത് സർവ്വദേവതാവാസമുള്ളതാണ് ആലെന്ന് പറയുന്നത്.
അപ്പോൾ സർവ്വദേവതകളുടെയും അനുഗ്രഹം ഈ ആലിലയിലുള്ള ഉണ്ണിക്കണ്ണനെ വണങ്ങുമ്പോൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി വണങ്ങുമ്പോഴാണ് അത് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. നമ്മളൊരു കാര്യം അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് ക്രിയാകുണ്ടലിനി പ്രാണായാമം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നു. ഞാൻ ഗുരുനാഥനിൽ നിന്ന് പഠിച്ചപ്പം ഗുരുനാഥൻ എന്നോട് ഈ പ്രത്യേക രീതിയിൽ ശ്വാസം എടുക്കണം വരണം എന്നിങ്ങനെ പറഞ്ഞു തരുമ്പം ഒരു സങ്കല്പം കൂടെ പറയുന്നുണ്ട്. ഇന്ന സങ്കല്പിച്ച് വേണം ശ്വാസം എടുക്കാനും വിടാനും. ആ സങ്കല്പിച്ചെടുക്കുമ്പോഴാണ് ആ ക്രിയാകുണ്ടലിനി പ്രാണായാമത്തിൻ്റെ ഗുണം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ണിക്കണ്ണനെ വണങ്ങുമ്പോൾ ഉണ്ണിക്കണ്ണനെ എന്തുകൊണ്ട് വണങ്ങണം, ഉണ്ണിക്കണ്ണൻ്റെ ശക്തി എന്താണ്, എന്തുകൊണ്ട് ആലിലേക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ആലിലയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെ വണങ്ങുമ്പോൾ സർവ്വദേവതാപ്രീതിയും ഉണ്ടാകുന്നു. ഇതൊക്കെ മനസ്സിലാക്കി തൊഴുന്നതും ഇത് മനസ്സിലാക്കാതെ തൊഴുന്നതും രണ്ടും രണ്ടാണ്. അജഗജാന്തരം വ്യത്യാസമുണ്ട്. ആന ആടും പോലുള്ള വ്യത്യാസമുണ്ട്. ഒരു കാര്യം അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും. അറിഞ്ഞു ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ആ കാര്യം പോകുന്നത്. അറിയാതെ ചെയ്യുമ്പോൾ അത് യാന്ത്രികമായി പോകും. മനസ്സിലാകുന്നുണ്ടോ? വളരെ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്, വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്, സംശയമില്ലാത്ത രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഇതിലും കൂടുതൽ വിശദമാക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം അറിഞ്ഞു ചെയ്യുമ്പോൾ മനസ്സിലേക്ക് പോകും. നമ്മുടെ അനലറ്റിക് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. നമ്മളുടെ മനസ്സിലേക്ക് പോകും അറിഞ്ഞു ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ബോധ്യപ്പെട്ടാണ് ചെയ്യുന്നത്. അറിയാതെ ചെയ്യുമ്പോൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. എന്തോ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ മനസ്സിലേക്ക് അത് പോകണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം അറിഞ്ഞു ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഇത്രയും വിശദമാക്കി പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ വണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ ഭഗവാനെ ഇങ്ങനെ ഒന്ന് വണങ്ങി നോക്കിക്കേ. ഭഗവാന്റെ ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കിക്കേ. സർവ്വദേവതാ പ്രീതിയും ഉണ്ടാകും, സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഭഗവാനെ നിങ്ങൾ എൻ്റെ ഉണ്ണിക്കണ്ണ ഭഗവാനെ എന്ന് വിളിച്ചാൽ മാത്രം മതി. വേറെ കൂടുതലൊന്നും വിളിക്കണ്ട. ഭഗവാനെ എൻ്റെ ഉണ്ണിക്കണ്ണ എൻ്റേന്ന് ചേർത്ത് വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി നമുക്ക് ആ ദിവ്യമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. എൻ്റെ ഉണ്ണിക്കണ്ണ ഭഗവാനെ എന്ന് വിളിച്ചാൽ ആ വിളിയാണ്. നിങ്ങളത് വിളിക്കുമ്പോൾ ഒന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടതുകൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിളിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. ജീവിതത്തിൽ മാറ്റം വരും. ഭഗവാൻ എന്ത് സാധിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത് ചിലർ പറയാറുണ്ട്, അപ്പോൾ ഇത് ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ നിങ്ങളുടെ സ്ഥാപനത്തിലും ഒക്കെ വെക്കാം. സ്ഥാപനമുള്ളവരെ കച്ചവടമുള്ളവരെ ഒക്കെ വെക്കാം കേട്ടോ. വണ്ടിയിൽ വീട്ടിൽ എല്ലായിടത്തും വെക്കാം. ഇനി അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട. ഇനിയും പറയാനുള്ളത്, ചിലർ പറയാറുണ്ട് ഒരു വണ്ടി എടുത്ത് ഓട്ടമില്ല, അല്ലെങ്കിൽ ഏത് കാര്യത്തിന് ഇറങ്ങിപ്പോയിട്ടും തൊഴിൽ കിട്ടുന്നില്ല, തൊഴിൽ ശരിയാകുന്നില്ല, സർവത്ര പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് 18 അടവും കഴിഞ്ഞ് 19ാമത്തെ അടവെന്ന് പറഞ്ഞാൽ പോലത്തെ ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി പോലും കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഈ ഒരു കർപ്പൂരം കൊണ്ടുള്ളൊരു കാര്യം ചെയ്തു നോക്ക്. അപ്പോൾ അറിയാം അതിൻ്റെ ശക്തി. കാരണം ഞാനങ്ങനെ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. ഒരു കർപ്പൂരം എടുക്കുക, ഒരു കർപ്പൂരം എടുത്തിട്ട് തട്ടത്തിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വയം വലത്തോട്ട് ആ കർപ്പൂരം ഒഴിഞ്ഞ് 3 തവണ ഒഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുക. ആ കത്തി തീർന്നോട്ട്. ഇത് ദിവസവും രാവിലെ ചെയ്യുക. നിങ്ങൾക്ക് വണ്ടിയുണ്ടെങ്കിൽ വണ്ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിലും ഇതുപോലെ നിങ്ങൾക്ക് ഒഴിഞ്ഞ ശേഷം ആ ഓഫീസിൽ ആ പണപ്പെട്ടിക്കോ ഒക്കെ ഒന്ന് ഒഴിയാം. ഒരു കുഴപ്പമില്ല, വലത്തോട്ട് ഒഴിയാം. അതാരും കാണാതെ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അതാണ് കണ്ടുകൊണ്ട് ചെയ്താൽ എന്ന് വെച്ചാൽ ആ ഒരു കർമ്മത്തിന് ഫലം കിട്ടത്തില്ല. ആ ഒരു കണ്ണും ദോഷം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അല്ല കണ്ടാലും കുഴപ്പമില്ല, പിന്നെ കാണാതെ നമ്മൾ ഒന്നുകൂടെ ചെയ്താൽ മതി. അപ്പോൾ ഈ വണ്ടിക്കൊക്കെ ഓട്ടമില്ലാത്തവർക്ക് ഞാനിങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം ആൾക്ക് തന്നെ ഒന്ന് ഒഴിയണം. നമ്മൾ തന്നെ സ്വയം വലത്തോട്ട് ഒഴിയണം. ഒരു തട്ടത്തിൽ കർപ്പൂരം വെച്ച് നിങ്ങളുടെ വലത്തോട്ട് നിങ്ങൾ തന്നെ ഒഴിയുക. ആപാത ചൂട് 3 തവണ ഒഴിയുക. പിന്നെ വണ്ടിക്ക് ഓട്ടമില്ലേ, വണ്ടിക്ക് ഒഴിയുക. നിങ്ങൾക്ക് കടയാണെങ്കിൽ കടയിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഒന്ന് വലത്തോട്ട് ഒഴിയുക. നിങ്ങൾ കടയിൽ പണപ്പെട്ടി വെച്ചിരിക്കുന്നിടത്തൊന്ന് വലത്തോട്ട് ഒഴിയുക. വലിയ മാറ്റം വരും. ദിവസം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ലക്ഷങ്ങൾ മുടക്കി ചെയ്തിട്ട് മാറ്റമില്ലാത്തത് വളരെ സിമ്പിളായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ മാറ്റം വരും. കാരണം ഇത് കറക്റ്റായിട്ട് ആളുകൾക്ക് പ്രയോജനം ചെയ്ത കാര്യമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒഴിഞ്ഞ് ഇന്നും വണ്ടി ഓടിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വണ്ടിയൊക്കെ ഒരു തരത്തിലും രക്ഷയില്ലാഞ്ഞിട്ട്, ഓട്ടം ഇല്ലാഞ്ഞിട്ട്. ഞാനീ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഒരു കർപ്പൂരത്തിലുള്ള പണിയായത് ചെയ്തിട്ട് വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഇത് വീട്ടിലും ചെയ്യാം. നമ്മുടെ വീട്ടിൽ കയറി വരുമ്പം അല്ലെങ്കിൽ വീട്ടിൻ്റെ ആ
കയറി വരുന്നിടത്ത് ആ വാതിലിൻ്റെ വാതിലിൽ അങ്ങോട്ട് കയറി വരുന്നിടത്ത് ഇങ്ങനെ വലത്തോട്ട് കർപ്പൂരം ഒന്ന് ഒഴിയുക, എന്നിട്ട് അവിടെ വെക്കുക. അത് കത്തി തീരട്ടെ. അപ്പോൾ എല്ലാ നെഗറ്റീവ് എനർജികളും പോവും, വലിയ മാറ്റം ഉണ്ടാകും. അത്ഭുതകരമായൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കർപ്പൂരം ഒഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര എന്നാ സംഭവിക്കും, ചെയ്തു നോക്കാം അപ്പോൾ അറിയാം എന്നാ മാറ്റം വരുമെന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ പറയുന്നില്ല. കാരണം അത് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം ചെയ്ത് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്ര അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ധനവും വരും, ഒരു സംശയം വേണ്ട. കാരണം നമ്മളുടെ ഇപ്പം വീടിനായിക്കോട്ടെ, നമുക്കായിക്കോട്ടെ, വണ്ടിക്കായിക്കോട്ടെ, കണ്ണുദോഷം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കണ്ണുദോഷം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ നല്ലൊരു ആഹാരം ഒരാളുടെ മുന്നിൽ ഇരുന്ന് കഴിച്ചാൽ അതിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് നോക്കുന്നത് ചിലപ്പം അവർ ദുരുദ്ദേശത്തോടെ ആയിരിക്കത്തില്ല, മനുഷ്യനല്ല. ചിലപ്പോൾ നല്ലൊരു ആഹാരം കാണുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ നോക്കിയാൽ മതി, നമുക്കത് ചിലപ്പോൾ വയറ്റിൽ പിടിക്കണമെന്നില്ല. ഇത് പലപ്പോഴും അനുഭവമുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ആ ഒരു നോട്ടത്തിന്, ആ ദൃഷ്ടിക്ക് അത്ര പവറുണ്ട്. അതുപോലെ പവർഫുള്ളായിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതി ഉള്ളവർ നമ്മളെ നോക്കിയാലും നമ്മളെക്കുറിച്ച് ചിന്തിച്ചാലും ഒക്കെ നമുക്കതൊരു തടസ്സം ഉണ്ടാകും. ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. നിങ്ങൾ ജർമ്മനിക്കെതിരായ ഫുട്ബോൾ കളിയിൽ ബ്രസീൽ ഫൈനലിൽ ജയിച്ച ഒരു വേൾഡ് കപ്പുണ്ട്. ഞാനൊക്കെ ആ വേൾഡ് കപ്പ് ഫുള്ള് കണ്ടതാണ്. അപ്പോൾ ആ വേൾഡ് കപ്പ് സമയത്ത് റൊണാൾഡോ എന്ന് പറയുന്ന കളിക്കാരൻ, അയാൾ വളരെ സ്കില്ലുള്ള ആളാണ്, വളരെ ടാലൻ്റ് ഉള്ള ആളാണ്, വളരെ ട്രിക്കിയാണ്, അയാൾ വളരെ എഫിഷ്യൻ്റാണ് അയാൾ ഗോൾ അടിക്കുന്നത്. പക്ഷേ അയാൾ തൊട്ട് മുമ്പുള്ള വേൾഡ് കപ്പിൽ അയാൾ പരാജയമായി. അയാളുടെ പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ജർമ്മനിയുമായിട്ട് ഫൈനലിൽ വന്ന ആ വേൾഡ് കപ്പിൽ നിങ്ങൾ ആ ഫൈനലിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അയാളുടെ മുടി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോലെ ഈ ഫ്രണ്ടിൽ മാത്രം നിർത്തിയിട്ട് ബാക്കി മുഴുവൻ ഈ ഷേവ് ചെയ്ത് കളഞ്ഞു. ബാക്കി മുഴുവന് മുട്ടയടിച്ചിട്ട് ഫ്രണ്ടിൽ ഒരു പോലെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ കളി ഇപ്പോഴും എടുത്ത് നോക്കി കാണാൻ പറ്റും. ആ കളിയിൽ അയാൾ 2 ഗോൾ അടിക്കുകയും ചെയ്തു. ബ്രസീൽ ലോകകപ്പ് കൊണ്ടുപോവുകയും ചെയ്തു. ആ കളിയുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന വേൾഡ് കപ്പിൽ അയാൾ സർവത്ര പരാജയമായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ല, വിജയിക്കേണ്ട സ്ഥലത്തെല്ലാം പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ചെറിയ കാര്യമായിട്ട് തോന്നും. ഈ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരാൾ കഴിവുള്ള ആളാണെങ്കിൽ പോലും അയാളെ നോക്കി 10 പേര് കൊള്ളാം എന്നിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ അത് ബാധിക്കാം. ചിലർക്ക് ബാധിക്കാറില്ല. ആ നോക്കി ചിന്തിക്കുന്നവരെക്കാട്ടി മനഃശക്തി ആ വ്യക്തിക്കുണ്ടെങ്കിൽ ബാധിക്കാറില്ല. പക്ഷേ മനഃശക്തി ചിലപ്പോൾ ആ നോക്കി ചിന്തിക്കുന്ന ആളുകളെക്കാട്ടി മനഃശക്തി ഈ വ്യക്തിക്ക് കുറവാണെന്നുണ്ടെങ്കിലാണ് കൂടുതലും ബാധിക്കുന്നത്. അപ്പോൾ അത് ആളുകളുടെ ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചില പരിപാടികളുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ആളുകളുടെ ആ ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ആ മുടിയിലൊരു മാറ്റം വരുത്തി. നമുക്ക് കണ്ട ഒരു വൃത്തികേടായിട്ട് തോന്നും, പക്ഷേ അത് അയാൾക്ക് ഗുണം ചെയ്തു. ആ ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറഞ്ഞത്. തെറ്റോ ശരിയായിരിക്കാം, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഈ ദൃഷ്ടിദോഷം ബാധിച്ചു കഴിഞ്ഞാൽ. അപ്പം അതല്ലേ പറയുന്നത്, എല്ലാം നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യരുത്. ഇടയ്ക്കൊരു ചെറിയ ഒരു പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ചെറിയ ഒരു പൂർണ്ണതയിൽ ഒരു കാര്യം പലപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞൊരു പ്രധാന ഒരു ഘടകമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉപാസന ഉണ്ട്, നിങ്ങൾക്ക് മനഃശക്തി മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഒരു ദൃഷ്ടിദോഷവും ബാധിക്കത്തില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഭദ്രകാളിയെ നിങ്ങൾ വിളിക്കണം, ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യണം, ഭദ്രകാളിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കണം എന്നൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ദൃഷ്ടിദോഷവും ബാധിക്കത്തില്ല. അതിന് രഹസ്യവിദ്യയാണത്. അത് ഞാൻ പലപ്പോഴും ഒരാളുടെ കൈരേഖ, ഗ്രഹനില, ഹസ്തരേഖ ഒക്കെ വിശകലനം ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനത് പറയാറുണ്ട്. ഭദ്രകാളിക്ക് ചില കാര്യം ചെയ്താൽ മതി, ഒരു ദൃഷ്ടിദോഷവും ബാധിക്കത്തില്ല. അപ്പോൾ ഈ ദൃഷ്ടിദോഷം മാറാൻ ഈ കർപ്പൂരത്തിൻ്റെ പരിപാടി ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം മനസ്സിൻ്റെ ഒരു മനസ്സുകളെല്ലാം കണക്റ്റഡാണ്. മനസ്സുകളെല്ലാം നമ്മുടെ മനസ്സെന്ന് പറയുന്ന ചിന്ത, ഊർജ്ജമാണ്. ഇതെല്ലാം മൊത്തത്തിൽ എല്ലാവരുമായിട്ടും കണക്റ്റഡാണ്. അതാണ് അതിൻ്റെ അകത്ത് രസം. ഇപ്പോൾ
അത് ഇപ്പം നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളെക്കുറിച്ചാണ് നിങ്ങളിത് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീവ്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾ ഒന്നുകിൽ ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ചിലപ്പം കാണും. എന്ന് വെച്ചാൽ ഈ ചിന്തകൾ തമ്മിൽ കണക്റ്റ് ആകും. അതൊക്കെ പലർക്കും അനുഭവമുള്ള കാര്യമായിരിക്കാം ജീവിതത്തിൽ. അപ്പോൾ മനസ്സിൻ്റെ ആ ചിന്തകൾ എന്ന് പറഞ്ഞാൽ മനസ്സ് അത് തരംഗമാണ്, അത് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ബാധിക്കുന്ന ഒരു ദോഷം തന്നെയാണ് ദൃഷ്ടിദോഷവും. ചില ദുഷ്ടചിന്താഗതിയുള്ളവർ അവരുടെ മൈൻഡിന് പവർ ഉണ്ടെങ്കിൽ മനസ്സിന് ബലം കുറഞ്ഞവരെ ചിന്തിക്കുമ്പോൾ അവർക്കത് ബാധിക്കും. മനസ്സിന് ബലമുള്ളവർക്കാണെങ്കിൽ ഏൽക്കത്തില്ല. അപ്പോൾ അത് എനിക്ക് എൻ്റെ മനസ്സിനല്ലേ, എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുള്ള ആളാണെങ്കിൽ ബാധിക്കത്തില്ല. പിന്നെ ഭദ്രകാളിയെ വിളിക്കുന്ന കുടുംബ ദേവതയുടെ അനുഗ്രഹമുള്ളവർക്ക്, ഭദ്രകാളിയുടെ അനുഗ്രഹമുള്ളവർക്ക്, കൃത്യമായിട്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നവർക്ക്, അതുപോലെ കൃത്യമായിട്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നവർക്ക്, അവർക്കൊന്നും കൃത്യമായിട്ട് ആ മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊന്നും ബാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടുതലും ദോഷ സമയങ്ങളിലായിരിക്കും മനസ്സ് ഒരു ടെൻഷൻ അടിക്കുന്ന, അത് നമുക്ക് കിട്ടുമോ നഷ്ടപ്പെടുമോ. അപ്പോൾ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ മനസ്സ് വളരെ ദൗർബല്യമുണ്ടാകും. അങ്ങനെയുള്ള ഇപ്പം നമ്മളൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെ നമുക്ക് ആ അവസരങ്ങളിലൊക്കെ മനസ്സ് വളരെ മൈന്യൂട്ടായിട്ട് ഒരു കൺഫ്യൂഷൻ കാണും. മനസ്സിന് അല്പം ഒരു ദുർബലത കാണും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ജോലിക്കാരത്തിന് പോകുന്നു, ചിലർ പറയത്തില്ലേ, നിങ്ങളിപ്പം എല്ലാവരോടും ഒന്നും പറയണ്ട, നിങ്ങൾ ആ കാര്യം പോയി ചെയ്തിട്ട് മറ്റുള്ളവർ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നതിനകത്തെ കാര്യം എല്ലാവരോടും പറഞ്ഞു കഴിയുമ്പം ചിലരെങ്കിലും ഇപ്പോൾ അവനത് കിട്ടുമോ, അവനത് കിട്ടണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. അപ്പം നമ്മളുടെ മനസ്സ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന അല്ലെങ്കിൽ ജോലിക്കാരത്തിന് പോകുമ്പം മനസ്സ് ഒരു ചെറിയ തേക്കത്തിലായിരിക്കും. കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും മനസ്സ്. അപ്പം മനസ്സിനൊരു ദൃഢത കുറവായിരിക്കും, ബലം കുറവായിരിക്കും. ആ സമയത്താണ് ചിലപ്പം ഇതുപോലെയുള്ള പവർഫുള്ളായിട്ടുള്ള ചിലരുടെ നെഗറ്റീവ് ചിന്താഗതി നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴത്തേന് നമ്മൾ കഴിവത് ആരോടും പറയരുത് എന്ന് വെച്ചാൽ വേണ്ടപ്പെട്ടവരോട് പറയണം, അല്ലാതെ ഒരുപാട് ഷെയർ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത്. ഇപ്പം വളരെ വർഷങ്ങളായിട്ട് കല്യാണം നടക്കാത്ത ഒരാൾ, അപ്പം ചില പ്രായമുള്ളവർ പറയും, എവിടെയെങ്കിലും കല്യാണമൊക്കെ പെണ്ണിനെ കാണാൻ പോയെങ്കിൽ അത് ആരോടും പറയണ്ട, എല്ലാം ഉറച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്ന് ഈ പ്രായമുള്ളവർ പറയുന്നത് അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഒരു വർഷങ്ങളായിട്ട് കല്യാണം നടക്കാത്ത ഒരാൾ അതിലൊരു പെണ്ണിനെ കാണാൻ പോകുമ്പോഴൊക്കെ മനസ്സിൽ എനിക്ക് വർഷങ്ങളായിട്ട് കല്യാണം നടക്കുന്നില്ല, ഇത് നടക്കുമോ മാറിപ്പോവോ എന്ന് മനസ്സെപ്പോഴും ആടി ഒളഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആ അവസ്ഥയിൽ നിങ്ങളെല്ലാവരോടും പറയുവാണെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ളവർ ചിലർ അവൻ്റെ നടക്കരുത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് പവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒലഞ്ഞു നിൽക്കുന്ന സമയത്ത് അത് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അധികം ആളുകളോട് പറയാതെ പോയി അത് നടന്നു കഴിഞ്ഞ ആളുകൾ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ കല്യാണം ഉറച്ചു കഴിഞ്ഞ ആളുകൾ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുന്നു, നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞ ആളുകൾ അറിഞ്ഞാൽ മതി, അതിനു മുമ്പ് എല്ലാവരോടും പറയണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മുടെ മനസ്സിൽ ഇത് ശരിയാകുമോ നടക്കുമോ എന്നൊരു തേക്കമുള്ള സന്ദർഭങ്ങളിൽ മനസ്സിന് ദുർബലത ഉണ്ടാകും. ആ അവസരങ്ങളിൽ മറ്റുള്ളവർ കൂടുതൽ ആളുകളോട് പറഞ്ഞാൽ അവരുടെ നല്ല നെഗറ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ചിന്താഗതി ഉള്ളവരാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും. അതുതന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എൻ്റെ ചില നിരീക്ഷണങ്ങളും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും എൻ്റെ ചില ആശയങ്ങളും ആണ് പറഞ്ഞത്. അത് ശരിയോ തെറ്റോ ആകാം, പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ്, എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം. അത് ഇഷ്ടമുണ്ട് സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ തള്ളിക്കളയാം. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ നിലയിലാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റോ ശരിയാകും കേട്ടോ, എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിപ്പം മനസ്സിലായല്ലോ. ചിലർ പറയുന്നത് ഇപ്പം ഒരു കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഉറച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പ്രായമുള്ളവർ പറയുമ്പോൾ ഇപ്പം പല കുട്ടികളും വിചാരിക്കും പ്രായമുള്ളവർ മണ്ടന്മാരും അല്ലെ അവരെക്കാട്ടിലും ബുദ്ധിമാന്മാരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ബുദ്ധിമാന്മാരൊക്കെ സംശയമില്ല, പക്ഷെ പ്രായമുള്ളവർ പറയുന്നതിലും കാര്യമുണ്ട് എന്നറിയണം. കാരണം അവർക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അറിയാം, അത് ചിലപ്പോൾ ഉപകാരപ്പെടും. അതുകൊണ്ട് പ്രായമുള്ളവരും ബുദ്ധിമാന്മാരാണ്, ഇപ്പോഴത്തെ കുട്ടികളും വളരെ ബുദ്ധിമാന്മാരാണ്. രണ്ടും ശരിയാണ്. നമ്മൾ ആര് പറഞ്ഞാലും ഒരു നല്ല കാര്യമാണെങ്കിൽ അംഗീകരിക്കണം കേട്ടോ. അത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും പറയാൻ പോകുന്ന കാര്യം, ഇപ്പം നമ്മളൊരു പൂവ് കണ്ടു, ഒരു പൂവ്. ആ പൂവ് കണ്ടാൽ ചിലരെന്നാ എടുക്കും, പൂവിനോടുള്ള സ്നേഹം കൊണ്ട് അത് ഇറുത്തെടുത്ത്
ഇപ്പം പെണ്ണുങ്ങളാണെങ്കിൽ അവർ തലയിൽ ചൂടും, ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ അവർ ഭംഗിക്ക് വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാം, അലങ്കരിക്കാൻ വയ്ക്കാം. അത് പൂവിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് പറയുന്നത്. ശരിക്കും പൂവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ പൂവിനെ ആ ചെടിയിൽ തന്നെ നിർത്തുകയാണ് ചെയ്യേണ്ടത്, അതിനെ പറിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് ശരിയായിട്ടുള്ള സ്നേഹം. ഞാനിത് പറഞ്ഞത് വലിയൊരു തത്വത്തിലേക്കാണ് വരുന്നത്. ഇപ്പം നമ്മൾ ആ പൂവ് എങ്ങനെയാണോ ആ പൂവിനെ ആ ചെടിയിൽ നിർത്തുന്നതാണ് അതിൻ്റെ സ്വാഭാവികത. അതിൽ നിർത്തിക്കൊണ്ട് അതിനെ കണ്ടിഷ്ടപ്പെടുന്നതാണ് ശരിയായിട്ടുള്ള സ്നേഹം. അതിനെ പറിച്ചെടുത്ത് അതിൻ്റെ സ്വാഭാവികതയെ നശിപ്പിച്ചുകൊണ്ടല്ല അതിനെ സ്നേഹിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലാണേലും ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, ഭാര്യയല്ലേ ഭർത്താവായിക്കോട്ടെ, അവരെ എങ്ങനെയാണോ അവരെ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് ശരിക്കുമുള്ള സ്നേഹമാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള രീതി അവർ പെരുമാറണം, നിങ്ങൾക്കിഷ്ടമുള്ള രീതി അവർ നടക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി അവർ ചിരിക്കണം, നിങ്ങൾക്കിഷ്ടമുള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ. അത് ഭാര്യയാണേലും കൊള്ളാം, ഭർത്താവാണേലും കൊള്ളാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികമായ സ്നേഹമല്ല. ശരിക്കുമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളുന്നതാണ് ശരിക്കുമുള്ള സ്നേഹം. ഇപ്പം പൂവിനെ ഇറുത്തെടുത്തിട്ട് പൂവിനുള്ള സ്നേഹം കൊണ്ടാന്ന് പറയുന്നത് അത് ആ പൂവിനെ നശിപ്പിക്കലാണ്. ഇപ്പം ചെയ്യുന്ന മുഴുവൻ അതാണ്. ഇപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിലേക്ക് കയറി വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വെച്ച് അവിടെ ആളുകൾക്ക് താമസിക്കാൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സൗകര്യമുണ്ടാക്കി ആ പ്രകൃതിയെ തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ച് ശരിക്കും പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തിയിട്ട് പ്രകൃതിയെ സ്നേഹിക്കുകയാണെന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ഇപ്പോൾ മലമ്പ്രദേശങ്ങൾ അവിടെയൊക്കെ അതിനെ അതുപോലെ നിലനിർത്തി അവിടെ പ്രകൃതിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കെട്ടിടങ്ങളല്ലേ വീടുകളാണ് ഉണ്ടാക്കേണ്ടത്. അവിടെ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം പണിത് അവിടെ അത് ടൂറിസത്തിന് വല്ലതൊക്കെ ഉപയോഗിച്ചാൽ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരുപാട് കോൺക്രീറ്റ്. ഇപ്പം നമ്മൾ ഹരിദ്വാർ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഹരിദ്വാർ ഋഷികേശ് അങ്ങനെയുള്ള പോകുന്ന അവിടെയൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അതിപ്രസരമുള്ള നമുക്ക് തന്നെ നമ്മൾ തന്നെ അവിടെ പല പത്രങ്ങളിൽ നിന്നും ന്യൂസുകളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം പ്രകൃതിയുടെ സ്വാഭാവികതയിലേക്ക് കടന്നു ചെന്നു അവിടെ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള നിർമ്മിതികൾ നടത്തിയിട്ട് പ്രകൃതിയോടുള്ള സ്നേഹം നിലനിർത്താനും പ്രകൃതിയെ സ്നേഹിക്കാൻ വരുന്നവരവിടെ താമസിക്കാനുമാണെന്ന് പറയുന്നതിനകത്ത് ആ പ്രകൃതിയെ തന്നെ സ്വാഭാവികതയെ നശിപ്പിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് എത്രമാത്രം തെറ്റാണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തള്ളിക്കളയാം, അല്ലെങ്കിൽ സ്വീകരിക്കാം. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഏതൊരാൾക്ക് അവരൊരു അഭിപ്രായം പറയുന്നതെന്നാലും ഞാൻ പറഞ്ഞാണ്. ഇതുപോലെയാണ് ജീവിതത്തിലും. ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു കഴിവ് കാണും, അവനെ ആ കഴിവിനനുസരിച്ച് അവനെ പഠിപ്പിച്ച് അവനെ ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ്റെ ആ സ്വാഭാവികതയിൽ അവനെ നിലനിർത്താൻ പറ്റുന്നത്. അത് ആ കുട്ടിയുടെ ആ കഴിവുകളെ നിങ്ങളില്ലാതാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ പഠിക്കണമെന്ന് പറയുമ്പം അവനുള്ള സ്വാഭാവികതയെ നഷ്ടപ്പെടുന്നത്. എന്നിട്ട് അവനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? അത് ഈ പൂ ഇറുക്കുന്ന പോലെ ഉള്ളൂ. പൂവിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഇറുക്കുന്നെന്ന് പറയുന്ന പോലെ ഉള്ളൂ. പൂവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇറുക്കുകയല്ല ചെയ്യേണ്ടത്, പൂവിനെ അവിടെ നിലനിർത്തുക ചെയ്യേണ്ടത് ചെടിയിൽ. അപ്പോഴാണ് പൂവ് കൂടുതൽ സൗന്ദര്യമുള്ളത്, അപ്പോഴാണ് പൂവിന് ചൈതന്യമുള്ളത്, അപ്പോഴാണ് പൂവിന് ആ ജീവനുള്ളത്. അതിനെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ഇരുത്തെടുത്താൽ, അല്ലെങ്കിൽ അതിന് ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഇരിച്ചെടുത്താൽ അത് സ്നേഹമല്ല, അത് അതിനെ തന്നെ ഇല്ലാതാക്കലാണ്. അപ്പം ഞാൻ ആ സ്നേഹത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ഏതൊരാളെ സ്നേഹിച്ചാലും അവരെന്താണോ ആ രീതിയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വാഭാവികത നിലനിർത്തുന്ന രീതിയിൽ വേണം സ്നേഹിക്കാൻ. നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ അവർ ആകണമെന്ന് ചിന്തിച്ച് വാശി പിടിച്ച് ആ രീതിയിൽ സ്നേഹിക്കുന്ന ഒരിക്കലും ശുദ്ധമായ സ്നേഹമല്ല. അതൊരു ധാർഷ്ട്യവും അതൊരു വാശിയും അതൊരു അറിവില്ലായ്മയുമാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള സ്നേഹം. ഒരു കുട്ടിയെ എപ്പോഴും ഉപദ്രവിക്കുന്നു, അതല്ല സ്നേഹം. സ്നേഹം കൊണ്ടാണ് ചിലർ പറയും, അല്ല. അവനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ നല്ല വഴിക്ക് കൊണ്ടുവരുന്നതാണ് ശരിക്കുമുള്ള സ്നേഹം. അതായത് അവൻ്റെ ഉള്ളിൽ ഉള്ള ആ അവൻ്റെ ഉള്ളിലെ കഴിവുകളെ അംഗീകരിച്ച് അവൻ്റെ ഉള്ള പോരായ്മകളെ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി അവനെ ബോധ്യപ്പെടുത്തി ആ നല്ല ഒരു ഉയർച്ചയിലേക്ക് അവൻ്റെ കഴിവുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് അവനോട് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം.
അല്ലെ അവനെ അതിനനുസരിച്ച് അവനെ വഴക്ക് പറയുന്നു, അവനെ ഉപദ്രവിക്കുന്നു മാത്രം ചെയ്യുമ്പോൾ അവൻ മനസ്സിലാകുന്ന അവനൊരു കഴിവില്ലാത്ത വ്യക്തിയാണെന്ന്. അത് അവനോട് ചെയ്യുന്ന, അവൻ്റെ സ്വാഭാവികതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. എന്നിട്ട് എൻ്റെ മോനെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. ഇപ്പോൾ ചിലർക്ക് ഭാര്യ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. അവർക്ക് ചിലപ്പോൾ കഴിവുകൾ കാണും, ചിലപ്പോൾ വരയ്ക്കാനുള്ള കഴിവ് കാണും, അല്ലെങ്കിൽ പാടാനുള്ള കഴിവ് കാണും. ഒന്നും പോകണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് പറയും. അപ്പോൾ അവരുടെ ആ സ്വാഭാവികത ഇല്ലാതാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ സ്നേഹമല്ല. അതുപോലെ ഇപ്പം തികച്ച ഭർത്താവാണെങ്കിലും ഭർത്താവിന് ചിലപ്പം ഒരു കഴിവുള്ള ആളായിരിക്കും, അയാൾക്ക് ചിലപ്പം പല പല കഴിവുകളാണ്, പാടാനുള്ള കഴിവാണോ, അല്ലെ അയാൾക്ക് ഒരു പല പല കാര്യങ്ങൾ. അപ്പം ഭാര്യ പറയാം അതൊന്നും നിങ്ങൾ ചെയ്യണ്ട, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അയാളുടെ സ്വാഭാവികത ഇല്ലാതാക്കുകയാണ്. അതൊരു സ്നേഹമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിന്ന് ആ സത്യസന്ധമായ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു സുഗതകുമാരിയമ്മ പാടിയതുപോലെ, സുഗതകുമാരിയമ്മ 4ാം ക്ലാസ്സിലാണോ 3ാം ക്ലാസ്സിലാണോ ഞാൻ പഠിച്ച, ഇപ്പോഴും ഓർക്കുന്നു, പിച്ചിടല്ലേ പറിച്ചിടല്ലേ കൊച്ചു പൂവിനെ നോവിച്ചിടല്ലേ. ശരിക്കും ഇപ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. അന്നൊന്നും എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. വർഷങ്ങൾ കഴിയുമ്പം ഈ യോഗയിലേക്കും പ്രാണായാമത്തിലേക്കും ഈശ്വരനിലേക്കും ശിവവിദ്യയിലേക്കും ഒക്കെ വരുമ്പോഴാണ് ഈ സുഗതകുമാരിയമ്മ അന്ന് പറഞ്ഞത് ഏത് സ്നേഹത്തെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് പിച്ചിടല്ലേ പറിച്ചിടല്ലേ കൊച്ചു പൂവിനെ നോവിച്ചിടല്ലേ, 4ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പൂവിനെ പിച്ചിടല്ലേ പറിച്ചിടല്ലേ കൊച്ചു പൂവിനെ നോവിച്ചിടല്ലേ, ആ പൂവിനെ ആ ചെടിയിൽ നിർത്തുന്നതാണ് നമുക്ക് ആ പൂവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹം. അതിനെ പറിച്ചെടുത്ത് നമ്മുടെ കൈ വെക്കുന്നതല്ല സ്നേഹം എന്നാണ്. ആ ദിവ്യമായ സത്യസന്ധമായ ആ സ്നേഹത്തെക്കുറിച്ചാണ് ആ കവയത്രി അന്ന് പാടിയത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് സ്മരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാൻ തുടങ്ങും തോറും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടും. അല്ലെങ്കിൽ മക്കളെ അവരെങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹമൊക്കെ ഇരട്ടിക്കും. അങ്ങനെ നല്ലൊരു കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ പൂവിൻ്റെ ഉദാഹരണത്തിലൂടെ ഈ വലിയ ജീവിത സത്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്, എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട്. അതിലെ പറഞ്ഞതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.